ഹെവൻ ഓഫ് വ്ളോഗ്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മൾ തേയിലയുടെ കണ്ടൻറ്റാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വെച്ചാൽ സൂര്യനെല്ലി എന്ന് പറഞ്ഞ ഒരു അടിപൊളി ചായ ഉള്ള ഒരു തേയിലയുടെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അടിപൊളി ചായ എന്ന് പറയാം, അടിപൊളി ചായ. ഹാരിസൺസ് മലയാളം ലിമിറ്റഡിൻ്റെ സൂര്യനെല്ലി എന്ന് പറഞ്ഞ ഒരു തേയിലയാണിത്. കട്ടിയുള്ള കാർട്ടൺ ബോക്സ്, അതിൻ്റെ ഉള്ളിൽ വാക്യൂം ചെയ്ത് എയർ ടൈറ്റായിട്ട് തന്നെ വാക്യൂം ചെയ്ത് വരുന്ന നല്ലൊരു ബോക്സാണ്. ഇതൊരു ഫുൾ ബോക്സാണിത്. പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ എംബ്ലോക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ലൂസായിട്ട് നമുക്കിത് കിട്ടത്തില്ല. ഇത് ഒരു ഫുൾ ബോക്സായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ 10, 15, 20 എണ്ണമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ലേലത്തിൽ നിന്ന് ഇങ്ങനെ ലേലക്കാരോട് നമ്മളിത് വാങ്ങിക്കുന്നത്. പിന്നെ GST കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ക്വാളിറ്റിയുള്ളൊരു വളരെ ക്വാളിറ്റി. നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തി മയൂരയുടെ ഒക്കെ വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ നിൽക്കുന്ന നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു തേയിലയാണ് ഈ സൂര്യനെല്ലി എന്ന് പറയുന്നത്. ഇതും കടക്കാർ ചോദിച്ച് വാങ്ങിക്കുന്നവരുണ്ട്. അപ്പോൾ സൂര്യനെല്ലി തേയില ഉണ്ടെങ്കിൽ സൂര്യനെല്ലി തേയില വെക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഗ്രേഡ് വരുന്നത് ഇപ്പോൾ PD ആണ്. ഇപ്പോൾ ഇത് അത്യാവശ്യം തരിയുള്ള തേയിലയായിരിക്കും ഈ PD എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രേഡ്. പിന്നെ ഇൻവോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഗ്രോസ് വെയിറ്റ്. പിന്നെ 36 കിലോ ആണ് ഇതിൻ്റെ വരുന്നത്. കറക്റ്റ് 36 കിലോ ആണ് വരുന്നത് സൂര്യനെല്ലി പ്രീമിയം സിറ്റി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായക്കടക്കാർക്കും വീട്ടുകാർക്കും ഒക്കെ അത്യാവശ്യം വാങ്ങിക്കുന്ന ഒരു കംപ്ലയിൻറ്റ് ഇതുവരെ സൂര്യനെല്ലി പറഞ്ഞതുപോലെ ഒന്നും കംപ്ലയിൻ്റ് ഒന്നും ആരും പറയാത്തൊരു തേയില തന്നെയാണ്. നമ്പർ 1 തേയിലയാണ് സൂര്യനെല്ലി തേയില എന്ന് പറയുന്നത്. ക്വാളിറ്റിയുള്ള തേയിലയാണ് നമ്മൾ കൂടുതലും നമ്മളെടുത്ത് വിൽക്കാറുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്ര ആരും തേയിലേനെ കുറിച്ച് ഇതുവരെയായിട്ട് നമ്മളോട് അങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ കടുപ്പക്കുറവ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവുമെങ്കിൽ അതോ ഈ പറഞ്ഞ പോലെ എല്ലാ തേയിലയിലും ഓരോ ലോട്ടിനകത്ത് ഓരോരോ ഇത് ഡിഫക്റ്റ് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ എന്നിരുന്നാൽ സൂര്യനെല്ലിയിലൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അങ്ങനത്തെ തേയിലകൾ നമ്മൾ എടുക്കാറില്ല. കാരണം നമ്മൾ എടുക്കുന്ന നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ മാത്രം എടുത്തിട്ടാണ് നമ്മൾ ഈ സെയിൽ നടത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ. ഇതെന്ന് പറഞ്ഞാൽ സൂര്യനെല്ലിയുടെ PD ഗ്രേഡാണ്. ഇതിൻ്റെ RD ഉണ്ട്, SRD ഉണ്ട്. ഇതൊക്കെ ചോദിച്ച് കടക്കാർ വാങ്ങിക്കുന്നൊരു തേയില തന്നെയാണിത്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ ആളുകളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സൂര്യനെല്ലി തേയിലയുടെ ഇത് എവിടെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ അവരോടൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഇത് കണ്ട ഇത് സൂര്യനെല്ലി എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ സ്ഥലം ഇടുക്കി ഡിസ്ട്രിക്റ്റാണിത്. ഹാരിസൺസ് മലയാളത്തിൻ്റെ ഇടുക്കി വില്ലിംഗ്ടൺ ഐലൻഡ് കണ്ട ഇതിനകത്ത് അവർ എഴുതിയിട്ടുണ്ട്. ഇത് ബ്രിഡ്സ്റ്റോ റോഡ് വില്ലിംഗ്ടൺ ഐലൻഡ് ഹാരിസൺ മലയാളത്തിൻ്റെ അവരുടെ തന്നെ ഐലൻഡിൽ തന്നെ ഇത് വിൽപ്പന നടത്തുന്ന അവരുടെ ഗോഡൗണും ഉള്ളതാണ് സൂര്യനെല്ലിക്കാരുടെ ഐലൻഡിൽ തന്നെ. അപ്പം ഇത് നിങ്ങൾ തീർച്ചയായിട്ടും സൂര്യനെല്ലി തേയിലയൊക്കെ കടക്കാരുടെ അടുത്ത് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂര്യനെല്ലി തേയില ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തേയില നിങ്ങൾക്ക് മേടിക്കാം. അത് SRD ആയാലും ശരി RD ആയാലും ശരി എല്ലാം ടേസ്റ്റ് ഒരുപോലെ തന്നെ ആയിരിക്കും. ടേസ്റ്റിനകത്ത് വ്യത്യാസം ഉണ്ടാകത്തില്ല. പിന്നെ ചായക്കടക്കാർക്ക് കൂടുതലും ചായ പൊഞ്ചിയിൽ അവർ ചായ എടുക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഈ തേയില വേകാനുള്ള ഊറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ കൂടുതലും RD ഗ്രേഡ് PD ഗ്രേഡൊക്കെയാണ് വാങ്ങിക്കാറ്. വീട്ടുകാരെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ചായ തിളപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് 2 സ്പൂൺ ഇടുമ്പോൾ തന്നെ 1 സ്പൂൺ ഇടുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഊറ്റ് പെട്ടെന്ന് ഇറങ്ങി കിട്ടും. അപ്പോൾ അധികം നേരം തിളപ്പിക്കേണ്ട കാര്യമൊന്നും വരില്ല. പെട്ടെന്ന് തന്നെ ഊറ്റ് കിട്ടുന്ന ഒരു നല്ല നമ്പർ 1 തേയിലയാണ് ഈ സൂര്യനെല്ലി തേയില എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിച്ച് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കണം. ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങളൊന്ന് അറിയണം. അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വാങ്ങിച്ച് ഉപയോഗിച്ച് ഇതിൻ്റെ ക്വാളിറ്റി അറിയണം. അപ്പം ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്തണം. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ ലൈക്കും ചെയ്യണം. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തണം. ഓക്കെ, ബൈ.